ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി AK ടീച്ചേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വിക്ടേഴ്സിൽ 7th ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ വർക്ക്ഷീറ്റുമായിട്ടാണ്. ആദ്യം തന്നെ നിങ്ങളോട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോയിന്റ്സ് ഒക്കെ വെച്ചാണ് തയ്യാറാക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് റിപ്പോർട്ടിലേക്ക് കടക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതേപോലെ എഴുതാം. ഇഷ്യൂ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. എക്സ്പ്ലനേഷൻ റിഗാർഡിംഗ് ദ ഇഷ്യൂ. പൊല്യൂഷൻ occurs in many ways. Air, water and soil gets combined in many ways and the unchecked human practices are the main reason for such pollution. The pollution from factories, the gases like carbon monoxide emitted by automobiles are some of the reasons of pollution. The dumping of plastic waste is a major issue now. It remains in the soil for many years without regarding and negatively impacts soil fertility. The use of extreme fertilizers adversely affect the freshwater sources. How it affects nature? The harmful gases from factories creates holes in ozone layer. Thus, with ultraviolet rays from the sun reaches the earth's surface through such holes and results in skin cancer. Solution: plant more trees, stop dumping waste in nearby ponds, lakes, etc. Use biofertilizer. Educate the public to reduce use of plastic as strict measures in case of violation of rules. കൂട്ടുകാരെ, നിങ്ങൾക്കിപ്പോൾ ഞാൻ വായിച്ച മോഡൽ അതിൻ്റെ ആൻസർ എഴുതാവുന്നതാണ്. കൂട്ടുകാരെ, പിന്നെ സാറ് ഹൈഡ്രോസ്ഫിയറിനെ പറ്റി വിശദീകരിച്ചെന്ന് പറഞ്ഞായിരുന്നു. അടുത്ത ചോദ്യം നമുക്ക് എന്താണെന്ന് നോക്കാം. അടുത്ത ചോദ്യം പഠിച്ചെഴുതാനായിരുന്നു. ജലസ്രോതസ്സുകളുടെ സംരക്ഷണ ആവശ്യകതയെക്കുറിച്ച് ഒരു പ്രതിജ്ഞ തയ്യാറാക്കി ശബ്ദ സന്ദേശമായി അധ്യാപകർക്ക് അയക്കുക. അപ്പോൾ ഞാനൊരു ശബ്ദ സന്ദേശം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. കൂട്ടുകാരെ, ഞാനിപ്പോൾ കേൾക്കുന്ന ശബ്ദ സന്ദേശം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. അതിനുശേഷം നിങ്ങളും ഇതേ മോഡൽ തന്നെ ആക്കുക. എന്നാൽ നമുക്ക് കേട്ടാലോ. I pledge to protect soil, trees and water sources and to do all the possible things to protect nature. I love my nature and it's my responsibility to protect it and save for future generations. Thank you. കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതേ മോഡൽ തന്നെ ഒരു ശബ്ദ സന്ദേശമാക്കി കൂട്ടുകാരൻ്റെ ടീച്ചർക്കും അയക്കാം. ഇത് ഇംഗ്ലീഷ് ഒരു പ്രതിജ്ഞയാണ്. കൂട്ടുകാർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഞാൻ മലയാള പ്രതിജ്ഞയും ഇടാവുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ. പിന്നെ തന്നെ ചോദ്യം, ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നത് എങ്ങനെ? ഹൗ വാട്ടർ റിസോഴ്സസ് ബിക്കം പൊല്യൂട്ടഡ്. നോക്കിയാലോ ഉത്തരം. Water pollution can be caused in a number of ways. One of the most pollution being city sewage and industrial waste discharge. Indirect sources of water pollution include contaminants that enter the water supply from soils or groundwater systems and form the atmosphere via rain. ജലമലിനീകരണം പലതരത്തിൽ സംഭവിക്കാം. നഗര ജലവും വ്യവസായിക മലിന സംസ്കരണവുമാണ് ഏറ്റവും മലിനീകരണം. ജലമലിനീകരണത്തിൻ്റെ പരോക്ഷ സ്രോതസ്സുകളിൽ മണ്ണിൽ നിന്നോ ഭൂഗർഭ ജല സംവിധാനത്തിൽ നിന്നോ അന്തരീക്ഷത്തിൽ നിന്ന് മഴയിലൂടെയോ ജലവിതരണത്തിലേക്ക് പ്രവേശിക്കുന്ന മലിന വസ്തുക്കൾ ഉൾപ്പെടുന്നു. കൂട്ടുകാരെ, ഇത്രയാണ് നിങ്ങൾക്ക് ക്ലാസ് പറഞ്ഞത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.